നമ്മളിപ്പോൾ സംസാരിച്ച് നിർത്തിയതാണ്. അതായത് ഞാനാണ് അതിജീവത വന്ന് സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞ കാര്യം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും സമൂഹത്തിൽ നമുക്കറിയാവുന്ന ഒരു വ്യക്തി സമൂഹത്തിന് മുമ്പിൽ വന്ന് ഞാനാണ് അതിജീവത എന്ന് പറഞ്ഞിട്ടും ഈ കേസിൽ ഒരുപാട് അട്ടിമറികൾ നടന്നിട്ടുണ്ട്. അതായത് ഒരു 3-ാം പ്രതി സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. മൊഴി മാറ്റി പറഞ്ഞ സ്ഥലവും പൈസയും എന്തൊക്കെയോ വാഗ്ദാനം ചെയ്ത ആരോപണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ, അതായത് നമ്മൾ എല്ലാവരും പറയുന്നുണ്ട് ഫിനാൻഷ്യൽ ബാക്കിംഗ് ഉണ്ട്, ഇത്രയും സപ്പോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞ്, ഇത്രയൊക്കെ സപ്പോർട്ടുള്ള ഒരു വ്യക്തിക്ക് നേരിട്ട അനുഭവങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഒരു സാധാരണ ഒരാളെ അപ്രോച്ച് ചെയ്യുമ്പം ഇതുപോലും കിട്ടാനുള്ള സാധ്യത കുറവല്ലേ? അങ്ങനെ എത്ര വിധിന്യായങ്ങളോട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ അന്വേഷണ വേളയിലും വിചാരണ വേളയിലും ഉള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചർച്ച ചെയ്യുന്നത്. ഞാൻ ഈ ചോദിച്ച 2000 കേസുകളിൽ, ഞാൻ നേരത്തെ പറയുന്ന 2000 കേസുകളിൽ എത്ര വിധിന്യായങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്? അവിടെ സാക്ഷികൾ കൂറുമാറുന്നില്ലേ? സാക്ഷികൾ മൊഴി മാറ്റി പറയുന്നില്ലേ? അത് കവർ ചെയ്തുകൊണ്ട് വിചാരണ നടപടികൾ പൂർത്തിയാക്കി പ്രതിയെ ശിക്ഷിക്കുന്നില്ലേ? അപ്പോൾ രഹസ്യ സ്വഭാവമുള്ള ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്നതിൽ കുഴപ്പമില്ല. ഇത്രയും കാര്യങ്ങൾ നടന്നു എന്ന് അതും സത്യമാണെന്ന് ആർക്കറിയാം? ജഡ്ജിമെന്റ് വരണം. ഡിസംബർ 8-ാം തീയതി ജഡ്ജിമെന്റ് വന്ന് ജഡ്ജിമെന്റിന്റെ കോപ്പി, മാസ്ക് കോപ്പി, അതായത് വിക്ടിമിന്റെ പേരും മറ്റു വിവരങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ടുള്ള മാസ്ക് കോപ്പി പുറത്തു വന്നാൽ നമുക്ക് പറയാം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു, ഇന്ന സാക്ഷികൾ കൂറുമാറി, ഇന്ന സാക്ഷികൾ ഇന്നത് പറഞ്ഞു, അവർ പ്രോസിക്യൂഷന് എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞു എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. അതിനു മുമ്പുള്ള ചർച്ചകൾ അത് വായുവിൽ നിന്നുള്ള ഒരു ചർച്ച മാത്രമായിട്ട് വേണം കാണാൻ. അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടോ ആ ചർച്ചയിൽ എന്തെങ്കിലും ഒരു ഭാഗവാക്കാവാനോ അന്യായം പറയാനോ ഞാൻ ആളല്ല. പാട്രിയാർക്കലായിട്ടുള്ള നമ്മളുടെ ഒരു സൊസൈറ്റിയിൽ എന്താ പറയുക, സ്ത്രീകൾക്ക് കുറച്ചും കൂടെ അപ്ലിഫ്റ്റ്മെൻറ്റ് കൊടുക്കാനായിട്ടാണ് പല നിയമ വ്യവസ്ഥയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം ആണുങ്ങൾക്ക് റൈറ്റ്സ് ഉണ്ട്, ആണുങ്ങൾക്കും അവരുടെ അവകാശങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം എന്ന് വാദിക്കുന്ന ഒരാളാണ് രാഹുൽ ഈശ്വർ. സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു ടേക്കിനെ എന്താണ് സാർ, എങ്ങനെയാണ് അതിനെ? ആണുങ്ങൾക്കും റൈറ്റ്സ് ഉണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് കേസിലേക്ക് തന്നെ തിരിച്ചു വരാം. പ്രതികൾക്കും റൈറ്റ്സ് ഉണ്ട്, പ്രതിയായി ആരോപിക്കപ്പെടുന്നവർക്കും റൈറ്റ്സ് ഉണ്ട്. അവരുടെ ഐഡന്റിറ്റിക്കും പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കുറ്റാരോപിതനായിട്ടുള്ള ഒരാളെ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ഇയാളാണ് തെറ്റ് ചെയ്ത ആളെന്നുള്ള രീതിയിൽ അയാളുടെ ഫോട്ടോസും വീഡിയോസും അയാളുടെ കുടുംബത്തിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുന്നത്? അവിടെയും ഒരു വിക്ടിം, ഒരു ഐഡന്റിറ്റി പ്രൊട്ടക്ഷൻ വേണം, ആവശ്യമാണ്, അത് വേണ്ടതാണ്. അപ്പോൾ ആണുങ്ങളുടെ റൈറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു ക്യാമ്പയിനിങ്ങിനോട് ഞാനൊരു പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഞാൻ പ്രതികരിക്കുന്നില്ല. അത് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ആവശ്യം, അത് അവരങ്ങനെ നടന്നോട്ടെ, അവരുടെ റൈറ്റ്സ് അവർ നേടിയെടുത്തോട്ടെ. ഇപ്പം ഞാൻ ഒരു ആണ് എന്ന് പറയുന്ന, മെയിൽ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഒരാൾക്ക് എൻ്റെ റൈറ്റ്സ് ഇവിടെ നിഷേധിക്കപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുപോലെ സാർ, ഇപ്പം ഈ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, പൊതുവേ നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ എപ്പോഴും ഡിസ്കഷൻ വരുന്ന ഒരു കാര്യം, ഇപ്പം രണ്ടുപേരും തമ്മിൽ സ്നേഹത്തിലാവുന്നു, അവർ ചിലപ്പോൾ ലിവിങ് ഇൻ ആവുന്നു, അല്ലെങ്കിൽ അല്ലാതെ ആ ഒരു റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ അവർ തമ്മിലൊരു പ്രശ്നം ഉണ്ടാവുകയും ആ പെൺകുട്ടി അതിൽ നിന്ന് പിന്മാറി എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് ഫയൽ ചെയ്യാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു കാര്യത്തിനെ നിയമവ്യവസ്ഥയിൽ എങ്ങനെ ഇതിനെ ഡീൽ ചെയ്യാൻ പറ്റും? സുപ്രീം കോടതി ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ, കൺസെഷൽ ഒരു മെത്തേഡിൽ നടക്കുന്ന ഒരു ബന്ധങ്ങൾക്ക് പിന്നീട് അതിന് സെക്ഷലി കളേർഡ് ആയിട്ടുള്ള റിമാർക്സ് വെച്ച്, അല്ലെങ്കിൽ ഈ പറഞ്ഞ റേപ്പ് പോലുള്ള അലിഗേഷൻ വെച്ചുള്ള കേസുകൾ അത് നിലനിൽക്കാത്തതാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതിയും എല്ലാ ഹൈക്കോടതികളും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബന്ധം വഷളാവുമ്പോൾ, റേപ്പ് എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്കായിട്ട് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന അവരുടെ റൈറ്റ്സ്, അല്ലെങ്കിൽ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്ന ഒരു നിയമത്തിലെ ഒരു വകുപ്പിനെ ശരിക്കും അവരായിട്ട് തന്നെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ് അവിടെ. കാരണം ഞാൻ പറയുന്നത് കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എത്ര റേപ്പ് കേസുകളുണ്ട് ജെന്യുവിനായിട്ട്? നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ കേൾക്കുന്ന ചില സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ എത്ര റേപ്പ് കേസുകൾ ജെന്യുവിനായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ കേൾക്കുന്നുണ്ട് വളരെ ക്രൂരമായിട്ടുള്ള, വളരെ മൃഗീയമായിട്ടുള്ള പല കേസുകളും രജിസ്റ്റർ ചെയ്യുന്നുണ്ട് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ. ഇവിടെ അത്തരത്തിൽ കേസുകൾ എന്തെങ്കിലും രജിസ്റ്റർ ചെയ്തൊന്നും ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. വളരെ വിരളം 1% ഉണ്ടാവാം. ബാക്കിയുള്ളത് നിയമത്തെ മിസ്യൂസ് ചെയ്യുന്നു. ആ മിസ്യൂസ് ചെയ്യപ്പെടുമ്പോൾ
അവകാശങ്ങൾ കിട്ടേണ്ട അതിജീവിതകൾ അവിടെ ഇല്ലാതാവുകയാണ് ശരിക്കും ചെയ്യുന്നത്. ഒരു വിഭാഗത്തിൻ്റെ നിയമത്തെ മിസ്യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രവൃത്തി കൊണ്ട് അത് ശരിക്കും അതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടേണ്ട അതിജീവിതകൾ അവിടെ അവരും ആ ഗണത്തിലേക്ക് പട്ടികയിലേക്ക് ചേർക്കപ്പെടുന്നു. അതാണ് അതുകൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. ഓക്കെ സർ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ MLA പദവിയിലിരിക്കുന്ന ഒരാൾ ഇത്തരത്തിലൊരു ഒരു നമ്മളീ പറഞ്ഞ കാര്യത്തിൻ്റെ ഭാഗമാകുമ്പോൾ എന്താ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പറ്റുക? അതായത് MLA പദവിയിലിരിക്കുന്ന ആളാണ്, അപ്പോൾ അയാൾ പദവിയിൽ നിന്ന് മാറണം, അതായത് പദവി ദുരുപയോഗം ചെയ്തു, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അതിനകത്ത് കവർ ചെയ്യുക? അതായത് ആദ്യത്തെ MLA അല്ല, നമ്മൾ കുറച്ച് നാൾ മുമ്പും കുറേ MLA-മാർക്കെതിരെ ഇത്തരത്തിലെ ആരോപണങ്ങൾ വന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അവരെല്ലാം ആ നിയമത്തിൻ്റെ വഴിയിലൂടെ പോയി ജാമ്യം എടുത്ത് കേസിനെ നിയമപരമായി നേരിടും എന്ന് പറഞ്ഞ് നിലനിൽക്കുന്ന MLA-മാരുണ്ട്. അപ്പോൾ കേസിൻ്റെ സ്വഭാവം മാറുന്നതനുസരിച്ചിട്ട് MLA-മാർക്ക് മാറ്റങ്ങളൊന്നും വരേണ്ട കാര്യമില്ല. ഒന്നില്ലെങ്കിൽ മോറലി നോക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെയെങ്കിൽ ഇത്തരത്തിൽ കേസിൽപ്പെട്ട ഒരു MLA-യും പൊതുസമൂഹത്തിൽ സോഷ്യൽ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ പ്രവർത്തനത്തിനായിട്ട് നിർത്താൻ ഒരു പാർട്ടികളും അനുവദിക്കരുത്. അത് കുറച്ച് പേരെ അനുവദിക്കുക, കുറച്ച് പേർക്കെതിരെ ചോദ്യം ചെയ്യുക എന്നുള്ള പ്രൊസീജിയർ തന്നെ തെറ്റാണ്. പിന്നെ MLA ആയിരുന്നുകൊണ്ട് ഒരാൾ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതും അയാൾ MLA അല്ലാത്ത കാലഘട്ടത്തിൽ എന്തെങ്കിലും ചെയ്തതിനെ അയാൾ MLA ആയിരിക്കുന്ന കാലഘട്ടത്തിൽ പൊക്കിക്കൊണ്ടുവരുന്നതും എല്ലാം വ്യത്യസ്തമായ ഒരു പാരാമീറ്റേഴ്സിൽ വേണം നമ്മൾ അതൊക്കെ പരിശോധിക്കാനായിട്ട്. അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഏതോ ഒരു ചാനലിൽ ഞാൻ കണ്ടത് ആ പരാതിയുടെ പകർപ്പ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. എങ്ങനെയും സംഭവിക്കുന്നു? ആ പരാതിയുടെ പകർപ്പ് എങ്ങനെ പുറത്തുപോയി? വിക്ടിം കൊടുത്തോ? അല്ലെങ്കിൽ വിക്ടിം സോഷ്യൽ മീഡിയയിലാണോ പബ്ലിഷ് ചെയ്തത്? എവിടെ? വിക്ടിം പ്രൊട്ടക്ഷനെ കാറ്റിൽ പറത്തുന്ന രീതിയിലാണ് പരാതി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുകയാണ്. പിന്നെ പ്രതിക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ ഞാൻ പറയട്ടെ. പ്രതിക്ക് ആവശ്യമായ പ്രിക്കോഷൻസ് എടുക്കാം, പ്രതിക്ക് ആവശ്യമായ രീതിയിൽ തെളിവുകൾ നശിപ്പിക്കാം, പ്രതിക്ക് ആവശ്യമായ രീതികളിൽ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ വളച്ചൊടിക്കാം. ഇങ്ങനെ എല്ലാ ആനുകൂല്യങ്ങളും പ്രതിക്ക് കിട്ടുകയാണ്. ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പരാതി കൊടുക്കുമ്പോഴും ഈ പരാതി സോഷ്യൽ മീഡിയയിൽ പരസ്യമായി ചർച്ച ചെയ്യപ്പെടുമ്പോഴും ഇവിടെ വിക്ടിമിന് നഷ്ടവും പ്രതിക്ക് ലാഭവുമാണ് ഉണ്ടാവുന്നത്. അത് ഇന്ന് ഉണ്ടായൊരു സംഭവമല്ല, ഇത് കുറച്ച് നാളുകളായിട്ടുള്ളൊരു ട്രെൻഡാണിത്. ഇത് ഈ നമ്മൾ ഈ നേരത്തെ ചർച്ച ചെയ്യപ്പെട്ട പ്രമുഖരുടെ അല്ലെങ്കിൽ സിനിമാ മേഖലയിലുണ്ടായ കേസിൻ്റെ ഒരു സാഹചര്യത്തിൽ തന്നെ ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു, ഹേമ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ചൊല്ലി ആ സമയത്ത് വന്ന വിക്ടിംസിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുക, ഇന്ന ആൾക്കാർ പരാതി കൊടുത്തു എന്ന് ചർച്ച ചെയ്യുക. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആ കമ്മിറ്റിക്ക് എന്ത് സംഭവിച്ചു? ആ കമ്മിറ്റിയുടെ മുമ്പ് കൊടുത്ത പരാതികൾക്ക് എന്ത് സംഭവിച്ചു? ഇവിടെ വിക്ടിം അനോണിമസ് ആയിട്ട് നിന്നുകൊണ്ട് പരാതി കൊടുക്കാനും അതിനെ നേരിടാനും തയ്യാറായിട്ടുള്ളവർ മുൻപോട്ട് വരുന്നില്ല. കാരണം എൻ്റെ പേര് റിവീൽ ചെയ്യപ്പെടും, ഞാനിവിടെ എക്സ്പോസ് ചെയ്യപ്പെടും, ഞാൻ ഒരു ചർച്ചാ വിഷയമായിട്ട് മാറും, എൻ്റെ ഇന്നത്തെ സോഷ്യൽ സ്റ്റാറ്റസും എൻ്റെ കുടുംബവും തകർന്നു പോകും എന്ന് പേടിയുള്ള ആൾക്കാരാണ് മുന്നോട്ട് വരാത്തത്. വളരെ അപൂർവമായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്, എനിക്കെന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, ഞാനിത് തുറന്ന് കാണിക്കും. ആ തുറന്ന് കാണിക്കലുകൊണ്ട് ഇപ്പുറത്ത് സംഭവിക്കുന്നത് വരാനുള്ള ഒരു 99 പേര് പേടിച്ച് പുറകോട്ട് പോവുകയാണ്. അവർക്ക് പൊതുസമൂഹത്തിൽ എക്സ്പോസ്ഡ് ആവാൻ താല്പര്യമില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കേസ് വരുന്ന സമയത്ത് ചിലപ്പോൾ കോടതിയിൽ എത്തുമ്പോഴായിരിക്കാം ജുഡീഷ്യൽ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ കണ്ണിൽ മതിയായ തെളിവുകൾ ഉണ്ടാവില്ല. അപ്പോൾ ചിലപ്പം ആ പ്രതിയെ വെറുതെ വിടാം, അല്ലെങ്കിൽ പ്രതിക്ക് ചെറിയ ശിക്ഷ അല്ലെങ്കിൽ ആ കയ്യിലുള്ള തെളിവ് എന്താണോ അതിനനുസരിച്ചുള്ള ശിക്ഷയായിരിക്കാം വിധിക്കുക. പക്ഷേ പബ്ലിക് പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കരമായിട്ടുണ്ടാവും. തൂക്കിക്കൊല്ലുക, അതായത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ അത് അങ്ങനെയൊക്കെ ശിക്ഷ വിധിക്കണമെന്നുണ്ടെങ്കിൽ അത് അത്ര എക്സ്ട്രീം ആയിരിക്കണം. ബട്ട് നമ്മുടെ സിസ്റ്റത്തിൽ അത് ചെയ്യത്തില്ല. ഓക്കെ, സോ അങ്ങനെ ആ ഒരു പബ്ലിക് ഒരു ഭയങ്കര ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടാവുമല്ലോ പൊതുവെ. അതായത് ഇത് ഉണ്ടാവുന്നതിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂസാണ്, ഇത്രയും തെളിവുണ്ട്, ഇന്ന കാര്യങ്ങളുണ്ട്, ഇനി ശിക്ഷ വിധിച്ചാൽ മതി എന്ന് പറഞ്ഞായിരിക്കും നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കുന്നത്. ഈ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത കേസ് ഉണ്ടല്ലോ, നടി ആക്രമിക്കപ്പെട്ട കേസ്, ഇതിൽ തൂക്കിക്കൊല്ലാൻ വിധിക്കണം എന്ന് പ്രൊട്ടസ്റ്റ് നടത്തിയ അത് കഴിയുമോ? കഴിയില്ല. കാരണം ആ കേസിൽ ബന്ധപ്പെട്ടുന്നിരിക്കുന്ന വകുപ്പുകൾ പറയുന്ന മാക്സിമം പണിഷ്മെന്റേ കൊടുക്കാൻ കഴിയും. ആ വകുപ്പുകൾ മനസ്സിലാക്കിയെടുത്തോളം മാക്സിമം കൊടുക്കാവുന്ന പണിഷ്മെന്റ് എന്ന് പറയുന്നത് ലൈഫ് ഇംപ്രിസൺമെന്റ് ആണ്. അതായത് ശരിക്കും ജീവപര്യന്തം എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കുക എന്നുള്ളതാണ്
ആ വകുപ്പ് ലൈഫ് ഇംപ്രിസൺമെൻറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ 14 വർഷം കഴിയുമ്പോൾ ഇളവിന് വേണ്ടി സർക്കാരിനെ ആശ്രയിക്കാം. അത്തരത്തിൽ ഒരു ഇളവാണ് നമ്മൾ കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയ്ക്ക് ഒരു ഭാസ്കര കാർണവർ കൊലക്കേസിലെ പ്രതി ശിക്ഷ ഇളവിന് വേണ്ടി ഗവൺമെൻറ്റിനെ സമീപിച്ച് ശിക്ഷ ഇളവ് കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അപ്പോൾ ഓരോ കേസുകൾക്കും അല്ലെങ്കിൽ ഓരോ വകുപ്പുകൾക്കും പറഞ്ഞിട്ടുള്ള നിയമത്തിൽ പറഞ്ഞിട്ടുള്ള ശിക്ഷാവിധിയെ മാക്സിമം പണിഷ്മെൻ്റ് ആയിട്ട് അതിനകത്ത് കൊടുക്കാൻ കഴിയും. പബ്ലിക് പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ശിക്ഷ വിധിക്കാൻ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അനുവദിക്കുന്നില്ല. പിന്നെ പബ്ലിക് പ്രൊട്ടസ്റ്റ് നടത്തുമ്പോൾ നിയമം കൂടി മനസ്സിലാക്കി പ്രൊട്ടസ്റ്റ് നടത്തിയാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും.